നേരിടാൻ വേണ്ടി പോവുകയാണ്. 9-ാം തീയതി പോളിംഗ് സ്റ്റേഷനിലേക്ക് എന്നെ കേൾക്കുന്ന നിങ്ങൾ ചൂണ്ടുവിരലിൽ മഷിവിരട്ടാൻ വേണ്ടി കടന്നു ചെല്ലുമ്പോ നിങ്ങളുടെ മനസ്സിലേക്ക് ഉയർന്നു വരേണ്ട ചില ചോദ്യങ്ങളും ചില സംശയങ്ങളും അതിനുള്ള ഉത്തരങ്ങളും കണ്ടെത്തണം എന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. എന്താണ് നിങ്ങൾക്ക് ഞാൻ ഓർമ്മപ്പെടുത്തേണ്ടത് എന്നല്ലേ? കഴിഞ്ഞ 10 വർഷക്കാലം മുമ്പുള്ള ഒരു ഇരുണ്ട കാലത്തേക്ക് ഈ കേരളം വീണ്ടും നടന്നു നീങ്ങണമോ, അതോ കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ കേരളത്തിന്റെ മണ്ണിൽ നടക്കുന്ന സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ തുടരണമോ എന്ന ചോദ്യമായിരിക്കണം നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ നിങ്ങൾ സ്വയം ചോദിച്ചുകൊണ്ടേയിരിക്കേണ്ടത്. എന്താ 10 വർഷക്കാലം മുമ്പുള്ള ആ ഇരുണ്ട കാലം എന്ന് പറയുന്നത്? ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. ഞങ്ങളുടെ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർ ഈ 10 വർഷക്കാലം കേരളത്തിന്റെ മണ്ണിൽ നടപ്പിലാക്കിയ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അഭിമാനത്തോടുകൂടി തലയുയർത്തിക്കൊണ്ട് വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് ഓരോ വീടുകളും കയറിയിറങ്ങി വോട്ടഭ്യർത്ഥിക്കുകയാണ്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് അഭിമാനത്തോടുകൂടി വോട്ട് ചോദിക്കുമ്പോഴും ഞങ്ങൾ നേരിടുന്ന നേരിയൊരു ചെറിയ പ്രശ്നം എന്താണെന്നല്ലേ? ഞങ്ങൾ നേരിടുന്ന പ്രശ്നം ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയുടെ ചിഹ്നം റാന്തൽ വിളക്കാണ്. ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ചിഹ്നമായ റാന്തൽ വിളക്കിനെ ഇന്നത്തെ തലമുറയുടെ മനസ്സിലേക്കൊന്ന് സന്നിവേശിപ്പിക്കാൻ ഒരു ചെറിയ ബുദ്ധിമുട്ട് സ്വാഭാവികമായും ഞങ്ങൾ നേരിടുന്നുണ്ട്. എന്തേ അതിന് കാരണം? എനിക്ക് മുമ്പ് സംസാരിച്ച ഗഫൂർക്ക സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ കേരളത്തിന്റെ മണ്ണിൽ പവർ കട്ട് എന്താണ് എന്ന് നമുക്കാർക്കും അറിയില്ല. ഈ കേരളത്തിന്റെ മണ്ണിൽ ലോഡ് ഷെഡിംഗ് എന്ന വാക്ക് വിസ്മൃതിയുടെ അങ്ങേത്തലത്തിലേക്ക് വലിച്ചുപോയി. ഈ കേരളത്തിന്റെ മണ്ണിൽ ഒരു 10 വയസ്സുള്ള 15 വയസ്സുള്ള ഒരു വിദ്യാർത്ഥിയോട് എന്താണ് റാന്തൽ വിളക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് പെട്രോൾ മാക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുട്ടികൾ തിരിച്ചറിയാൻ വേണ്ടി കഴിയില്ല. നിങ്ങൾ സംശയമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കോ. 10 വയസ്സുള്ള ഒരു വിദ്യാർത്ഥിയോട് എന്താണ് പവർ കട്ട്, എന്താണ് ലോഡ് ഷെഡിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ കഴിയാത്ത നിലയിലേക്ക് ഈ കേരളത്തിന്റെ 10 വർഷക്കാലം മാറ്റിമറിച്ചു. ആ ഇരുണ്ട കാലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. നമ്മുടെ വിദ്യാർത്ഥികൾ മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ പുസ്തകം തുറന്നു വെച്ച് പഠിച്ച ഒരു കാലമുണ്ടായിരുന്നു. ആ കാലത്ത് നിന്ന് ഇന്ന് നിങ്ങൾക്ക് മുഴുവൻ വൈദ്യുതിയും എല്ലാ വീടുകളിലും ലഭ്യമാക്കിക്കൊണ്ട് അന്നൊക്കെ 6 മണി കഴിഞ്ഞാൽ, ഞാനിപ്പോ ഈ സംസാരിക്കുന്ന സമയത്ത് സ്വാഭാവികമായും നമ്മുടെ നാടിനകത്ത് അമ്മമാർ, വീട്ടമ്മമാർ വലിയ പ്രയാസത്തിലായിരിക്കും. കറിക്കൊന്നരയ്ക്കാൻ വേണ്ടി ഒന്ന് മിക്സി വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഒന്ന് ഇസ്തിരി ഇടാൻ വേണ്ടി, അല്ലെങ്കിൽ ഒന്ന് തന്റെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി ഒന്ന് മോട്ടർ ഇടണം എന്ന് ആലോചിച്ചാൽ നടക്കുമായിരുന്നു. മുഴുവൻ ലൈറ്റും ഓഫാക്കി ഒന്ന് മോട്ടർ ഇടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കില്ല, വോൾട്ടേജ് ഉണ്ടാവില്ല. ഇനി 6:30 മണി കഴിഞ്ഞാൽ പവർ കട്ട് സംവിധാനം നിലനിന്നിരുന്നു. ചിലപ്പോ 12 മണിയായാലും വൈദ്യുതി വരാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. എപ്പം കറണ്ട് പോകുമെന്നോ എപ്പോ കറണ്ട് വരുമെന്നോ അറിയാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു അന്ന് കേരളത്തിലെങ്കിൽ, ഇന്ന് നിങ്ങൾക്ക് ആ പവർ കട്ടിനെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് ഇരുട്ടിലായ കേരളത്തെ വെളിച്ചത്തിലേക്ക് മാറ്റിമറിച്ച ഒരു സർക്കാർ അഭിമാനത്തോടുകൂടി വോട്ടഭ്യർത്ഥിച്ചു വരികയാണ്. കുറച്ചു മുമ്പ് അല്ലെങ്കിൽ ഇന്നലെയും ഇന്നുമായി UDF-ന്റെ വാഹന പ്രചരണ ജാഥ പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് ഈ നാടിനകത്തൂടെ കടന്നു പോയിട്ടുണ്ട്. അതിനകത്ത് ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ ചില സാഹിബുമാർ ചോദിച്ചിട്ടുണ്ട്. അത് പറയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. കഴിഞ്ഞ കാലത്ത് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളല്ലാതെ എന്താണ് കേരളത്തിന് ഇടതുപക്ഷത്തിന്റെ സംഭാവന എന്ന് ഒരു ഉറപ്പില്ലാതെ ഈ മണ്ണിൽ നിന്നുകൊണ്ട് ചോദിക്കുക. നമ്മുടെ കണ്ണിൻ മുന്നിൽ അനുഭവവേദ്യമായ എത്രയെത്ര വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഗവൺമെന്റാണ് കഴിഞ്ഞ 10 വർഷക്കാലത്തിനകത്ത് ഈ കേരളത്തിന്റെ മണ്ണിൽ അധികാരത്തിലിരുന്നത്. നമുക്ക് ഓർമ്മയില്ലേ? ഏത് മേഖലയും നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കൂ. ഞാനിപ്പോ സൂചിപ്പിച്ച ഈ പവർ കട്ടില്ലാത്ത കേരളം ഈ നാടിനകത്തെ ജനങ്ങൾക്ക് സമ്മാനിച്ചത് ഇടതുപക്ഷമാണ്. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. വിദ്യാഭ്യാസ മേഖല നിങ്ങളൊന്ന് എടുത്ത് പരിശോധിച്ചു നോക്കൂ. വിദ്യാഭ്യാസ മേഖല പരാജയപ്പെട്ട ഒരു കാലമായിരുന്നില്ല 10 വർഷക്കാലം മുമ്പ് ഈ കേരളത്തിന്റെ മണ്ണിൽ. എന്തായിരുന്നു? പൊതുവിദ്യാലയങ്ങൾ അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ട ഒരു കാലമായിരുന്നില്ലേ 10 വർഷക്കാലം മുമ്പ് ഈ കേരളത്തിന്റെ മണ്ണിൽ? ലാഭകരമായ
നിരന്തരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അടച്ചുപൂട്ടാൻ നിലനിന്നിരുന്ന വിദ്യാലയങ്ങളാകെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റിയില്ലേ ഇടതുപക്ഷം എന്ന് പറയുന്നത്? നമുക്കറിയാലോ, 5.25 ലക്ഷത്തോളം കുട്ടികൾ പൊതുവിദ്യാലയത്തിൽ നിന്നും TC വാങ്ങിക്കൊണ്ട് സ്വകാര്യ വിദ്യാലയത്തിലേക്ക് കടന്നുപോയ കാലമായിരുന്നു ആ ഇരുണ്ട കാലം എന്ന് പറയുന്നത്. അത് മാറിയില്ലേ? അന്ന് 5.25 കുട്ടികളാണ് പൊതുവിദ്യാലയത്തിൽ നിന്നും സ്വകാര്യ വിദ്യാലയത്തിലേക്ക് പോയതെങ്കിൽ ഇന്ന് സ്വകാര്യ വിദ്യാലയത്തിൽ നിന്നും 6.25 ലക്ഷത്തോളം കുട്ടികൾ വീണ്ടും പൊതുവിദ്യാലയത്തിലേക്ക് TC വാങ്ങിക്കൊണ്ട് അഡ്മിഷൻ എടുത്തു വന്ന കാലമാണ് ഇടതുപക്ഷം ഭരിച്ച ഈ 10 വർഷക്കാലം എന്ന് പറയുന്നത്. ആ ചോദ്യം ചോദിച്ച സാഹിബിനോട് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു, ഈ കേരളം എങ്ങനെയാണ് ഈ വിദ്യാഭ്യാസ മേഖലക്കകത്ത് പൊതുവിദ്യാലയങ്ങൾ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റിയത് എന്ന് നിങ്ങളൊന്ന്, എന്റെ ശബ്ദം ശ്രമിക്കുന്ന നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണം. എന്തായിരുന്നു ആ കാലം? നമുക്ക് ഓർമ്മയുണ്ടല്ലോ. എല്ലാ വിദ്യാലയങ്ങളുടെയും ഒരു ശോചനീയ അവസ്ഥ നമുക്കും മുന്നിൽ ഒരു ചിത്രമെന്ന പോലെ എന്റെ ശബ്ദം കേൾക്കുന്ന ആളുകൾക്ക് തെളിയുന്നുണ്ടാകും. നമ്മുടെ നടക്കാവ് സ്കൂൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലായതിന്റെ ചിത്രവും വാർത്തയും പത്രമാധ്യമങ്ങളിൽ അച്ചടിച്ചു വന്നത് നമുക്ക് ഓർമ്മയുണ്ടാകും. ഇന്ന് നിങ്ങളൊന്ന് നടക്കാവ് വിദ്യാലയത്തിന്റെ അകത്തളങ്ങളിലൊക്കെ ഒന്ന് പോയി നോക്കണം. സ്വകാര്യ റിസോർട്ടിനെ അനുസ്മരിപ്പിക്കും വിധം അതിന്റെ ഭൗതിക സാഹചര്യങ്ങളാകെ മാറി. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായിക്കൊണ്ട് മികവിന്റെ കേന്ദ്രങ്ങളായി അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മാറ്റിത്തീർത്തു എന്നതാണ് ഇടതുപക്ഷം ഈ കേരളത്തിന്റെ മുന്നിലേക്ക് വെച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങളിൽ ഒന്ന്. നേരത്തെ ചോദിച്ച സാഹിബ് എന്ന് വിലയിരുത്തണം. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന അബ്ദുൾ റബ്ബ് എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി ഈ കേരളത്തിന്റെ സമൂഹത്തിന് സമ്മാനിച്ച അത്ഭുതപൂർവമായ ഒരു പ്രസ്താവനയുണ്ട്. വിചിത്രമായ ഒരു പ്രസ്താവന. എന്തായിരുന്നു ആ പ്രസ്താവന? അന്നത്തെ കാലത്ത് കുട്ടികൾ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് പഠിച്ചതിന്റെ ഭാഗമായിക്കൊണ്ട് ഓണം പരീക്ഷ അടുത്ത സമയത്ത് അത് വിവാദമായപ്പോ അന്നത്തെ അബ്ദുൾ റബ്ബ് വിദ്യാഭ്യാസ മന്ത്രി ഈ പൊതുസമൂഹത്തിന്റെ മുഖത്ത് നോക്കി പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ട്. വിചിത്രമായ ഒരു വാദം മുന്നോട്ട് വെച്ചു. എന്താ അദ്ദേഹം പറഞ്ഞത്? ഓണം നേരത്തെ വന്നത് കൊണ്ടാണ് ഞങ്ങൾക്കത് കൊടുക്കാൻ കഴിയാതെ പോയത് എന്ന വിചിത്രമായ വാദം മുന്നോട്ട് വെച്ചു. ഇന്ന് അങ്ങനെയാണോ വിദ്യാഭ്യാസ മേഖല? ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് പഠിക്കേണ്ട സാഹചര്യം വിദ്യാർത്ഥികൾക്കുണ്ടോ? പാഠപുസ്തകങ്ങൾ അധ്യയന വർഷം കഴിയുന്നതിന് മുമ്പ് അച്ചടിച്ച് കൃത്യമായി കുട്ടികൾക്ക് എത്തിച്ചു കൊടുക്കുന്ന നിലയിലേക്ക് വിദ്യാഭ്യാസ മേഖലയാകെ മാറി മറിഞ്ഞു. ആ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഇടതുപക്ഷത്തിന്റെ ആ വികസന പദ്ധതികൾക്ക് അടിയിൽ ഒപ്പുചാർത്തിക്കൊണ്ടാണ് ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർ അഭിമാനത്തോടു കൂടി വോട്ടഭ്യർത്ഥിച്ച് കടന്നു വരുന്നത്. ആരോഗ്യ മേഖല നിങ്ങളൊന്നെടുത്ത് പരിശോധിച്ചു നോക്ക്. ആരോഗ്യ മേഖല ആ ഇരുണ്ട കാലത്ത് എങ്ങനെയായിരുന്നു പ്രിയപ്പെട്ടവരെ? ആരോഗ്യ മേഖലയുടെ സ്ഥിതി നമ്മുടെ തൊട്ടടുത്ത സർക്കാർ ഹോസ്പിറ്റലുകളിലേക്ക് കടന്നു ചെന്നാൽ നമുക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. കൽപ്പറ്റ ജനറൽ ഹോസ്പിറ്റലിലേക്ക് കടന്നു ചെന്നാൽ OP കൃത്യമായി ലഭ്യമായിരുന്നു. ഡോക്ടർമാർ ആവശ്യത്തിനുണ്ടായിരുന്നു. ഒരു മുറി പറ്റി നമ്മളൊന്ന് വൈത്തിരി താലൂക്ക് ഹോസ്പിറ്റലിലേക്കും അല്ലെങ്കിൽ കൽപ്പറ്റ ജനറൽ ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ മുറിയൊന്ന് തുന്നാൻ സൂചി ഉണ്ടാകും, പക്ഷെ നൂലുണ്ടാകാത്ത അവസ്ഥയായിരുന്നില്ല അന്ന്. ഇനി അഥവാ നൂലും സൂചിയും ഉണ്ടായെങ്കിൽ പഞ്ഞിയില്ലാത്ത സാഹചര്യം, ഡോക്ടർ ഇല്ലാത്ത സാഹചര്യം. ഇനി അതാ ആ സർക്കാർ ആ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് കടന്നു ചെല്ലുമ്പോ നോക്കുവത്തോടെ കടന്നു പോകാൻ വേണ്ടി കഴിയുമായിരുന്നു അന്ന്. ഇന്ന് നിങ്ങൾ നോക്ക്, ആർദ്രം പദ്ധതിയുടെ ഭാഗമായിക്കൊണ്ട് ഈ കേരളത്തിലെ ആരോഗ്യ മേഖലയാകെ മാറ്റിമറിച്ചൊരു സർക്കാർ. മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഏറ്റവും കൂടുതൽ നടക്കുന്ന വയനാട്ടിലെ സർക്കാർ ഹോസ്പിറ്റലായി നമ്മുടെ വൈത്തിരിയിലെ താലൂക്ക് ഹോസ്പിറ്റലിൽ മാറ്റിമറിച്ചു. ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഉൾപ്പെടെ സർക്കാർ സംവിധാനത്തിലൂടെ നടപ്പാക്കുകയാണ്. ഏറ്റവും നൂതന സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലിയ സാമ്പത്തിക ബാധ്യതയായി മാറിയേക്കാവുന്ന ശസ്ത്രക്രിയയായ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഉൾപ്പെടെ ഈ കേരളത്തിന്റെ മണ്ണിൽ സർക്കാർ ഹോസ്പിറ്റലുകളിൽ നടപ്പാക്കുകയാണ് ഈ സർക്കാർ. ആ നേട്ടം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇടതുപക്ഷം അഭിമാനത്തോടു കൂടി വോട്ട് ചോദിക്കുന്നത്. അതാണ് ഇടതുപക്ഷം മുന്നോട്ട് വെച്ച നേട്ടങ്ങളിലെ പ്രധാനപ്പെട്ട ആരോഗ്യ മേഖലയിലെ നേട്ടം എന്ന് പറയുന്നത്. ആരോഗ്യ മേഖല ആകെ തകർന്നു എന്ന ഒരു പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ നിലപാടുകൾ സ്വീകരിക്കുകയാണ്. അങ്ങനെ സ്വീകരിച്ചെങ്കിൽ മാത്രമേ അന്ന് കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്ക് വലിയ നഷ്ടം സംഭവിച്ച് സ്വകാര്യ ആശുപത്രികളിലേക്ക് ആളുകൾ കൂടുതലായി പോയിക്കൊണ്ടിരുന്നെങ്കിൽ ഇന്ന്
സ്വകാര്യ ആശുപത്രികളിൽ കള്ളലാഭം നടത്താൻ വേണ്ടി കഴിയുന്നില്ല എന്നതാണ് സാഹചര്യം. എല്ലാ ആളുകളും സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്ന നിലവരുണ്ടോ സ്വാഭാവികമായും സ്വകാര്യ ഹോസ്പിറ്റലുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലേക്ക് പോകും. അപ്പോ ആ കുത്തക കമ്പനികളെ സഹായിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇവിടുത്തെ വലതുപക്ഷം UDF രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുക. അതിന്റെ ഭാഗമായിട്ടാണ് പല പ്രചരണങ്ങളും നടക്കുന്നത്. ഇപ്പോ എനിക്ക് മുമ്പ് ഇവിടെ വന്ന പ്രചരണ ജാഥയുടെ ഭാഗമായിക്കൊണ്ട് മെഡിക്കൽ കോളേജിനെ കുറിച്ച് വലിയ പ്രചരണം, അപവാദ പ്രചരണം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക. ഇവിടുത്തെ UDF മെമ്പർമാരുടെ നേതൃത്വത്തിലുള്ള ഒരു ജാഥ എന്ന് പറഞ്ഞുകൊണ്ട് എന്താ സ്വാഭാവികമായും ഒരു മെഡിക്കൽ കോളേജ് വയനാടിന് ലഭ്യമായി എത്ര മാസം കഴിഞ്ഞു, എത്ര വർഷം കഴിഞ്ഞു? നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. മറ്റ് ജില്ലക്കകത്ത് മെഡിക്കൽ കോളേജ് പെട്ടെന്ന് തന്നെ എല്ലാ സംവിധാനങ്ങളും കൊണ്ട് പൊട്ടിപ്പുറപ്പെട്ടതാണ്. ഘട്ടം ഘട്ടമായി അതിന്റെ സംവിധാനങ്ങളെയൊക്കെ മാറ്റിമറിച്ചതാണ്. ഒരു സുപ്രഭാതത്തിൽ എല്ലാ സംവിധാനങ്ങളോട് കൂടിയല്ല ഒരു മെഡിക്കൽ കോളേജ് രൂപപ്പെട്ടു വരിക. നിങ്ങൾ നോക്ക്, മെഡിക്കൽ കോളേജ് വയനാടിൽ ലഭ്യമാക്കിക്കൊണ്ട് നിരവധിയായ കിഡ്നി പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് എത്ര കോടി രൂപയുടെ ആധുനിക സംവിധാനങ്ങളാണ് അവിടെ നിലവിൽ വന്നുകൊണ്ടേയിരിക്കുന്നത്. ഒറ്റയടിക്ക് എല്ലാം വന്ന് എല്ലാം സംവിധാനത്തിലേക്കായി എന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. അതിന്റെ ഘട്ടം ഘട്ടമായ മാറ്റത്തിലൊക്കെ വയനാട് മെഡിക്കൽ കോളേജ് മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവര്. അപ്പോ അതിന് താരടിച്ച് കാണിക്കണം. ആ നില സ്വീകരിക്കുകയാണ്. നിങ്ങൾ നോക്ക്, ഈ പരിപാടി ഇവിടെ വെച്ചത് തന്നെ എന്തിന്റെ ഭാഗമായിക്കൊണ്ട മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും ദുരന്തത്തിന്റെ ഭാഗമായിക്കൊണ്ട് കോൺഗ്രസ് നടപ്പിലാക്കിയ തീവെട്ടിക്കൊള്ളയെ തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു പരിപാടി ഈ നാടിനകത്ത് സംഘടിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും ദുരന്തം എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തിനകത്ത് നടന്ന, ഈ കേരളം കണ്ട, ഈ ലോകം കണ്ട ഏറ്റവും വലിയ മഹാദുരന്തമാണ് മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും ദുരന്തം എന്ന് പറയുന്നത്. ഒരൊറ്റ രാത്രി, അർദ്ധരാത്രി എടുത്ത ഒഴിവിന്റെ ഭാഗമായിക്കൊണ്ട് 544 പരം മനുഷ്യായുസുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ട ഒരു മഹാദുരന്തം. ആ ദുരന്തത്തിന്റെ ഭാഗമായി ഒരുപാട് മനുഷ്യായുസുകൾ ജീവനോട് മല്ലിട്ടുകൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ആ മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും കുറിച്ച് പറയുമ്പോ ഒന്ന് കണ്ടമിടരാതെ, ഒരൊറ്റ കണ്ണീര് പൊഴിക്കാതെ നമുക്കതിനെ കുറിച്ച് ഓർക്കാൻ വേണ്ടി കഴിയുമോ പ്രിയപ്പെട്ടവരെ? ആ മഹാദുരന്തത്തിൽ ജീവൻ നഷ്ടമായ മനുഷ്യായുസുകളുടെ ബാക്കിപത്രമായി എന്നാണ് നിലനിൽക്കുന്ന മനുഷ്യജീവനുകളെ സാക്ഷി നിർത്തിക്കൊണ്ട്, ആ മനുഷ്യ മൃതദേഹങ്ങളെ സാക്ഷിയാക്കിക്കൊണ്ട് നിങ്ങൾ പിരിച്ച ഫണ്ട് എവിടെ? കൃത്യമായി നാടിനകത്ത് നിങ്ങൾ വ്യക്തമായും പറയണ്ടേ? എത്ര കാലമായി ആ ചോദ്യം പൊതുസമൂഹത്തിന്റെ മുന്നിൽ നിന്നും ഉയർന്നു വരുന്നു? പറയാൻ ബാധ്യതയില്ലേ? അപ്പോ എനിക്ക് മുമ്പ് വന്ന ജാഥയ്ക്കകത്ത് ഒരു പ്രിയപ്പെട്ട സ്നേഹിതൻ പറയാ, കോൺഗ്രസ് പിരിച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് കൊടുത്തോളും, അത് CPM എഴുതി വെച്ചോ നോക്കേണ്ടതില്ല എന്ന് പറയാ. പൊതു മണ്ഡലത്തിനകത്ത് വന്നു നിന്നുകൊണ്ട് ഒരു പ്രസംഗത്തിനിടയ്ക്ക് സൂചിപ്പിക്കുക, നിങ്ങൾ ചോദിക്കേണ്ടതുണ്ടാ, അത് കോൺഗ്രസ് കൊടുത്തോളും. കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് മാത്രം തിരിച്ച പണമാണെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ശരി. ഇത് മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും ദുരന്തബാധിതരെ മുന്നിൽ നിർത്തിക്കൊണ്ട് നിങ്ങൾ പിരിച്ച പണമാണ്. സാധാരണ ജനവിഭാഗങ്ങളുടെ കയ്യിൽ നിന്നും പൊതുസമൂഹത്തിന്റെ മുന്നിൽ നിർത്തിക്കൊണ്ട് പിരിച്ച പണം. അതിന് കണക്ക് പറഞ്ഞേ മതിയാകൂ. കണക്ക് പറയാതെ ഒരടി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയില്ല പ്രിയപ്പെട്ടവരെ. ആപ്പുണ്ടാക്കി ആ മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും ദുരന്തബാധിതരുടെ മുകളിൽ ഒരു ആപ്പ് സൃഷ്ടിച്ചിരിക്കുക നിങ്ങൾ. അവർക്ക് യഥാർത്ഥത്തിൽ ഒരു ആപ്പ് വെച്ചു നിങ്ങൾ പറ, എത്ര കോടി രൂപ നിങ്ങൾ പിരിച്ചു, എത്ര കോടി രൂപ നിങ്ങൾ മുക്കി പറയണം. അവസാനം തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത്, തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത സമയത്ത് ഒരു കള്ളക്കണക്കുമായി മുന്നോട്ട് വന്നിരിക്കുക. ഈ കണക്ക് എന്റെ പ്രിയപ്പെട്ട, എന്റെ ശബ്ദം ശ്രമിക്കുന്ന കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു സുഹൃത്ത് വിശ്വസിക്കാൻ തയ്യാറാകുക? എന്താ തയ്യാറാകില്ല എന്ന് ഞാൻ പറയാൻ കാരണം, ഈ ആപ്പ് നിർമ്മിച്ചത് തന്നെ എന്തിന്റെ ഭാഗമായിക്കൊണ്ട സുതാര്യവും കൃത്യവുമായി ഫണ്ട് പിരിവ് നടത്താൻ വേണ്ടിയല്ലേ പ്രിയപ്പെട്ട കോൺഗ്രസുകാരെ? കൃത്യമായി അതിന്റെ രേഖ ഉൾപ്പെടെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ വെക്കാനല്ലേ നിങ്ങൾ ആപ്പ് സൃഷ്ടിച്ചത്? ആപ്പിന് 10 രൂപ ചെലവായി എന്ന് പറയുന്നത് 9 ലക്ഷം രൂപ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്ത് വലിയ തീവട്ടിക്കൊള്ളയാണ് ഈ നാടിനകത്ത് ദുരന്തബാധിതരെ സാക്ഷി നിർത്തിക്കൊണ്ട് ഈ UDF നടത്തിയിട്ടുള്ളത്.
ഈ ആപ്പൊക്കെ നിർമ്മിക്കുന്ന ഒരു കമ്പനിക്കകത്ത് 3 വർഷം പ്രവർത്തന പരിചയമുള്ള ഒരാളാണ് ഞാൻ. എന്റെ സഹോദരനുമായി ചേർന്ന് നിന്നുകൊണ്ട് ഈ ആപ്പ് ഡെവലപ്മെന്റിന്റെ ഭാഗമായിക്കൊണ്ട് 3 വർഷം പ്രവർത്തന പരിചയമുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് 9 ലക്ഷം രൂപ ഒരു ഭീമമായ തുക നൽകി കേവലം ഒരു ദുരന്തത്തിന്റെ ഭാഗമായി കുറച്ചു കാലം മാത്രം ഉപയോഗിക്കേണ്ട ഒരു ആപ്പ്, ആ ആപ്പ് മുഴുവൻ സുരക്ഷാ സംവിധാനങ്ങളോട് കൂടിയായിരിക്കുമല്ലോ സ്വാഭാവികമായും നിങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടാകുക. ഇത്രയും പണം ചെലവാക്കിയതാണല്ലോ. അപ്പോ അതിനെന്തെങ്കിലും ഒരു ക്രാക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ബാക്കപ്പ് സംവിധാനം ഉൾപ്പെടെ ആ ആപ്പിനകത്ത് ഉണ്ടാവുമല്ലോ. നിങ്ങൾ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് വെക്ക്. എത്ര രൂപയാണ് നിങ്ങൾ പിരിച്ചത്? എത്ര രൂപ ആപ്പ് മുഖാന്തരം ലഭിച്ചു? നേരത്തെ സൂചിപ്പിച്ചല്ലോ, മുസ്ലിം ലീഗ് പിരിച്ചു. മുസ്ലിം ലീഗ് 2 മാസം മാത്രമാണ് പിരിച്ചത്. എന്തായാലും കോൺഗ്രസിന് അത്ര ശക്തിയൊന്നും ഈ ഇന്ത്യ രാജ്യത്തിനകത്തും കേരളത്തിനകത്തും മുസ്ലിം ലീഗിനില്ലല്ലോ. അങ്ങനെയാണല്ലോ നിങ്ങളുടെ വെപ്പ്. അങ്ങനെയാണെങ്കിൽ 2 മാസക്കാലം കൊണ്ട് 46 കോടി രൂപ പിരിച്ച ലീഗും ഈ ദേശീയ രാഷ്ട്രീയത്തിനകത്ത് വലിയ സ്വാധീനമുള്ള കോൺഗ്രസ് ഉണ്ടല്ലോ, ഈ കോൺഗ്രസ് ദേശീയ വ്യാപകമായി എത്രയോ മാസങ്ങളെടുത്ത് പിരിച്ച് വിദേശ ഫണ്ട് ഉൾപ്പെടെ സ്വീകരിച്ച് കുത്തക മുതലാളിമാരുടെ കയ്യിൽ നിന്ന് ഉൾപ്പെടെ സ്വകാര്യ ഫണ്ട് ശേഖരിച്ച് ആ പണം എന്ന് പറയുന്നത് കേവലം 5 കോടി ചില്ലാനം രൂപ മാത്രമാണോ? അത്ര ശേഷിയുള്ളൂ കോൺഗ്രസിന്. ഈ കണക്കാരെങ്കിലും വിശ്വസിക്കുമോ പ്രിയപ്പെട്ടവരെ? നിങ്ങളെന്താ പറഞ്ഞിരുന്നത്? ആപ്പ് ഒരു ഘട്ടത്തിൽ നിങ്ങൾ മുക്കി. സ്റ്റാൻഡ് വിത്ത് വയനാട് എന്ന ആപ്പ് ഒരു ഘട്ടം കഴിഞ്ഞപ്പോ നിങ്ങൾ മുക്കി. ആ മുക്കിയപ്പോ വിവാദമായപ്പോ ആ ആപ്പിനെ കുറിച്ച് ചോദ്യം വരുന്നപ്പോ ഈ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ സമൂഹത്തിന്റെ മുന്നിൽ നോക്കി പറഞ്ഞതെന്താ? അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് ആവശ്യമായ തുക ലഭ്യമായി, അതുകൊണ്ട് ഞങ്ങൾ ഈ ആപ്പിന്റെ പ്രവർത്തനം ഇവിടെ നിർത്തലാക്കുകയാണ്. ആവശ്യമായ തുക എന്ന് പറയുമ്പോ നിങ്ങൾ പ്രഖ്യാപിച്ച 100 വീടുകള്, നിങ്ങൾ പ്രഖ്യാപിച്ച ആ വീടുകൾ മുഴുവൻ കൊടുക്കാൻ ആവശ്യമായ തുക ലഭ്യമായി എന്നാണല്ലോ സ്വാഭാവികമായും ഒരു മനസ്സിനുടമയായ ഒരു മനുഷ്യൻ സ്വാഭാവികമായും ധരിക്കേണ്ടത്, അല്ലേ? ആവശ്യമായ തുക ലഭ്യമായതുകൊണ്ട് മാത്രം ആപ്പ് നിർത്തലാക്കി. അത് ഞങ്ങളുടെ ജോയിന്റ് അക്കൗണ്ടിലുണ്ട് എന്ന് VD സതീശൻ സ്വാഭാവികമായും പൊതുസമൂഹത്തിന്റെ മുന്നിൽ വെളിവാക്കി. ഇപ്പൊ ജോയിന്റ് അക്കൗണ്ടിനകത്ത് ആ പണമുണ്ടോ? എന്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന കോൺഗ്രസുകാര് ഒന്ന് നിങ്ങളുടെ നേതാക്കളോട് പോയി ചോദിക്കണം, ഫണ്ട് എവിടെ? ഈ ഫണ്ടിന്റെ ഏറ്റവും വലിയ കൊള്ളത്തരം തീവട്ടിക്കുള്ള പുറത്തേക്ക് കൊണ്ടുവന്നത് ഞങ്ങളാണോ? ഇടതുപക്ഷമാണോ? ഞങ്ങളല്ലല്ലോ പ്രിയപ്പെട്ടവരെ. നിങ്ങളുടെ പാലക്കാട്ടിൽ നിന്നും നിങ്ങളുടെ മണ്ഡലം കമ്മിറ്റിയിലെ ഒരു മഹാന്റെ ശബ്ദരേഖ പുറത്തേക്ക് വന്നില്ലേ? അവരല്ലേ പറഞ്ഞത് ഞങ്ങളുടെ പ്രദേശത്ത് നിന്നും പിരിച്ച ഫണ്ട് ഇത്രയാണ്, അത് ഈ കണക്കിനകത്ത് കാണുന്നില്ല. ഈ ആപ്പിനകത്ത് എല്ലാ കണക്കും ഉണ്ടാകുമല്ലോ പ്രിയപ്പെട്ടവരെ. ആ കണക്കൊന്ന് പുറത്തേക്ക് വിട്. എത്ര രൂപ നിങ്ങൾക്ക് ലഭ്യമായി എന്ന് പറയണ്ടേ? ഈ നാട്ടിലെ മൃതദേഹം കാണിച്ചുകൊണ്ട് ദേശവ്യാപകമായും വിദേശത്തു നിന്നും ഫണ്ട് ശേഖരിച്ചത് 8 കോടി രൂപ, 5 കോടി രൂപ മാത്രമാണ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പ്രിയപ്പെട്ടവരെ അത് വിശ്വസിക്കാൻ വേണ്ടി തയ്യാറാകുമോ? അന്നം കഴിക്കുന്ന ഒരു മനുഷ്യനും ഈ കണക്ക് വിശ്വസിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. എന്നിട്ട് ഇപ്പോ പ്രസംഗിച്ച് നടക്കുന്ന ആളുകൾ പറയാ, നിങ്ങൾക്ക് ദാരിദ്ര്യം ഉണ്ടായതുകൊണ്ടോ മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും വിഷയം നിങ്ങൾ പ്രചരണ ആയുധമാക്കുകയാണ്. അത് നിങ്ങൾ പറയരുത്. നിങ്ങളുടെ തീവെട്ടിക്കൊള്ള അതും പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് അല്ലേ? നിങ്ങളെ എന്ത് ധൈര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേരളത്തിന്റെ ഖജനാവ് നിങ്ങളുടെ കയ്യിലേക്ക് തരിക? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് ഈ കേരളത്തിന്റെ ഭരണം നിങ്ങളുടെ കൈകളിലേക്ക് ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളെ ഏൽപ്പിക്കുക? പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ഇജാതി തീവട്ടിക്കൊള്ള നടത്തിയ നിങ്ങൾ ഭരണപക്ഷം കൂടി നിങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ കേരളം തീറെയ്ത് വിട്ടേനെ പ്രിയപ്പെട്ടവരെ. UDF അവരെ ഏത് കാര്യത്തിലാണ് വിശ്വാസത്തിൽ എടുക്കുക? എന്താ പറഞ്ഞിരുന്നത്? ഈ ഫണ്ടൊക്കെ ലഭ്യമായതിന്റെ ഭാഗമായിക്കൊണ്ടായിരിക്കല്ലോ ഞങ്ങൾ തറക്കല്ലിട്ട് 10 ദിവസത്തിനകം വീട് പണി ആരംഭിക്കുമെന്ന് പറഞ്ഞത്. ആരംഭിച്ചു. അതിനൊരു വീട് പണിക്കുള്ള അപേക്ഷ പോലും പഞ്ചായത്തിലേക്ക് സമർപ്പിക്കാൻ കഴിയാതെയാണ് ആ ഉദ്ഘാടന മഹാമകം ഒരു ദേശീയ നേതാവിനെ കൊണ്ടുവന്നുകൊണ്ട് ഇവിടെ നടത്തിയത്, അല്ലേ? ഈ സ്ഥലം MP
നിങ്ങൾ ഈ ദുരിതബാധിതരെ മാറോട് ചേർത്തു എന്നാണ് നിങ്ങൾ പറയുന്നത്. ഏത് തരത്തിലാ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ദുരന്തബാധിതരോട് നീതി കാണിച്ചിട്ടുള്ളത്? നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ നീതി കാണിച്ചോ? ഒരു ദുരന്തമുണ്ടാകുമ്പോ സ്വാഭാവികമായും കൊടിയുടെ നിറം മറക്കും. ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ അതിന്റെ വേലിക്കെട്ടുകൾ തകർത്തെറിഞ്ഞുകൊണ്ട് അവരെ പുനരുജ്ജീവനത്തിന് വേണ്ടി നമ്മളെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കും. ആദ്യഘട്ടത്തിൽ ഒറ്റക്കെട്ടായി നിന്നു, സംശയമൊന്നും വേണ്ട. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോ നിങ്ങളുടെ നിലപാടെന്തായിരുന്നു? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ചില്ലിക്കാശ് കൊടുക്കരുത് എന്ന് പറയുന്ന ആളുകളായി നിങ്ങൾ മാറിയില്ലേ പ്രിയപ്പെട്ടവരെ? നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുക തന്നെ ചെയ്യും. കാലം ഒന്നിനും കണക്ക് ചോദിക്കാതെ കടന്നു പോകില്ല പ്രിയപ്പെട്ടവരെ. എന്തായിരുന്നു യഥാർത്ഥത്തിൽ നടന്നത്? ആ മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും ദുരന്തം ഉണ്ടായപ്പോ ആ ദുരന്തമുഖത്ത് മാസങ്ങളോളം പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. എന്റെ കുടുംബത്തിൽപ്പെട്ട 41ഓളം മനുഷ്യായുസുകൾക്ക് ജീവൻ നഷ്ടമായി പ്രിയപ്പെട്ടവരെ. അവിടെ ഓടി കരയുന്നതിന് വേണ്ടി ആ മോർച്ചറിക്ക് മുന്നിൽ അലഞ്ഞു നടന്നൊരു മനുഷ്യനാണ് ഞാൻ. തിരിച്ചറിയാൻ വേണ്ടി ആ മൃതദേഹങ്ങളെയാണ് നിങ്ങൾ വഞ്ചിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് കാലം മാപ്പ് തരില്ല, ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. ആ ദുരന്തബാധിതരായ മനുഷ്യർ കൈകാൽ നഷ്ടപ്പെട്ടവരുണ്ട്, തട്ടല് തകർന്നവരുണ്ട്, വാരിയല് തകർന്നവരുണ്ട്. തന്റെ ലെൻസിലേക്ക് 6%, 60%, 30% മണ്ണടിച്ചു കയറി ജീവനോട് മല്ലിട്ട് ആ മരണക്കിടക്കയിൽ നിന്നും തിരിച്ചു കയറി വന്ന ഒരുപാട് മനുഷ്യായുസുകളുണ്ട്. അവരെ ചേർത്ത് പിടിക്കേണ്ടത് നമ്മൾ. അവർ ഞങ്ങൾക്ക് മുന്നിലല്ല, ഗവൺമെന്റിന് മുന്നിൽ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. അവർ മുന്നോട്ട് വെച്ച നിർദ്ദേശം എന്ന് പറയുന്നത്, ഞങ്ങൾ പുത്തുമലയിൽ നിന്നും അഭയാർത്ഥികളായി മുണ്ടക്കൈയിലേക്കും ചൂരൽമലയിലേക്കും കടന്നുപോയവരാണ്. ഞങ്ങളെ ഈ ദുരന്തത്തിന്റെ ഭാഗമായി ഞങ്ങൾക്ക് ഉറ്റവരായ ഉടയവരായ അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ടവരുണ്ട്, മക്കളെ നഷ്ടപ്പെട്ടവരുണ്ട്, മറ്റു ബന്ധുമിത്രാദികളെ നഷ്ടപ്പെട്ടവരുണ്ട്. ഞങ്ങളെ ഇവിടെ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പറിച്ചു നടരുത്, ഞങ്ങളെ വേർപ്പെടുത്തരുത്. ഞങ്ങളെ പറ്റുമെങ്കിൽ എല്ലാവരെയും ഒരു സ്ഥലത്ത് താമസിപ്പിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കണം എന്ന് ഈ ഗവൺമെന്റിന് മുന്നിലേക്ക് ഒരു നിർദ്ദേശമായി ആ മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും ദുരിതബാധിതർ ഒരാവശ്യമായി മുന്നോട്ട് വെക്കുന്നു. സ്വാഭാവികമായും നമ്മുടെ ചരിത്രത്തിന്റെ മുന്നിൽ ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പുത്തുമല ദുരന്തമുണ്ടായിട്ടുണ്ട്, മറ്റു പല സ്ഥലത്തും കവളപ്പാറ ദുരന്തമുണ്ടായിട്ടുണ്ട്. ഈ ദുരന്തബാധിതരായ മനുഷ്യർ നമ്മളെ തൊട്ടടുത്ത് കുറിച്ചർമല ദുരന്തമുണ്ടായിട്ടുണ്ട്. ഈ ദുരന്തബാധിതരായ ആളുകള് സ്വാഭാവികമായും ഏത് സർക്കാർ ആയിക്കോട്ടെ, LDF-ന്റെ സർക്കാർ ആയിക്കോട്ടെ, UDF-ന്റെ സർക്കാർ ആയിക്കോട്ടെ, എങ്ങനെയാണ് നിലപാട് സ്വീകരിച്ചത്? ദുരന്തബാധിതർക്ക് അതിന്റെ നഷ്ടപരിഹാര തുക നൽകും. അതോടുകൂടി ആ നടപടിക്രമം അവസാനിക്കും. പക്ഷേ ഇവിടെ എന്താ സർക്കാർ സ്വീകരിച്ചത്? കേരളം കണ്ട, ലോകം കണ്ട എല്ലാ മഹാദുരന്തത്തിന്റെ ഭാഗമായി അവർ നിർദ്ദേശിച്ച ആ നിർദ്ദേശത്തെ മുഖവിലക്കെടുത്തുകൊണ്ട് അടിയന്തരമായി കൽപ്പറ്റ കളക്ടറേറ്റിനകത്ത് ഒരു സർവകക്ഷി യോഗം വിളിച്ചു. VD സതീശൻ ഉൾപ്പെടെ, ഉപ അധ്യക്ഷൻ ഉൾപ്പെടെ, പ്രതിപക്ഷ നേതാക്കളെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു സർവകക്ഷി യോഗത്തിനകത്ത് തീരുമാനമെടുക്കുന്നു. അവരുടെ ആവശ്യം ന്യായമാണ്. അവരുടെ ആവശ്യം നിറവേറ്റുന്നതിന് വേണ്ടി ഒരു ടൗൺഷിപ്പ് പദ്ധതി നമുക്ക് നിർവഹിക്കാം. ഒരാൾക്ക് വീട് കൊടുത്താൽ നിരവധി ആളുകൾ വീടുകൾ സംഭാവന നൽകിയിട്ടുണ്ട്. അവർ സ്പോൺസർഷിപ്പ് കിട്ടിയിട്ടുണ്ട്. 100 വീട്, മറ്റൊരു 50 വീട്, 25 വീട്, 30 വീട് എന്നിങ്ങനെ വീട് അവർ സ്പോൺസർഷിപ്പ് കിട്ടി. അപ്പോ സർക്കാർ തീരുമാനമെടുത്തു, ഒരാൾ വെച്ചു കൊടുക്കുന്ന വീട് ചിലപ്പോൾ ചെറുതായി പോകും, മറ്റൊരാൾ വെച്ചു കൊടുക്കുന്ന വീട് ചിലപ്പോൾ വലുതായി പോകും. എല്ലാവർക്കും ഒരേ സംവിധാനത്തിൽ ഒരേപോലുള്ള ഒരൊറ്റ തീരുമാനത്തിന്റെ ഭാഗമായി വീട് വെച്ചു കൊടുക്കണം. അതുകൊണ്ട് പണം സമാഹരിക്കാം. പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നമുക്ക് സമാഹരിക്കാം. മറ്റൊരു സ്വകാര്യ ആപ്പ് ഉപയോഗിച്ചും മറ്റൊരു സ്വകാര്യ സംവിധാനത്തിലൂടെയും നമ്മൾ ഫണ്ട് കണ്ടെത്തേണ്ടതില്ല എന്ന് ഒരു സർക്കാർ തീരുമാനിക്കുകയാണ്. അതിൽ പങ്കെടുത്ത മഹാന്റെ പേര് VD സതീശൻ അല്ലേ? ആ തീരുമാനമെടുത്ത് മുഖ്യമന്ത്രി സാധാരണ ജനങ്ങളോട്, മുഴുവൻ ആളുകളോടും സഹായം അഭ്യർത്ഥിച്ചു. DYFI നമുക്കറിയാം, ഈ കേരളത്തിലെ യുവജന സംഘടന ആ ഘട്ടത്തിൽ പ്രഖ്യാപിച്ചു, ഞങ്ങൾ 25 വീട് ഈ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് 25 വീടിന്റെ പണം നൽകും. ഉടനെ DYFI 25 വീടാണല്ലോ പ്രഖ്യാപിച്ചത്. ഇവിടുത്തെ വലിയൊരു സംഘടനയാണല്ലോ യൂത്ത്
കോൺഗ്രസ് അതിന്റെ പ്രസിഡന്റ് അശ്ലീല വാക്കായതുകൊണ്ട് ഞാൻ ഈ മൈക്കിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ പേര് വ്യക്തിപരമായി പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നേയില്ല. അത്രത്തോളം കേരള രാഷ്ട്രീയത്തിനകത്ത് മലീമസമായി പോയ പേരിനുടമയാണ് അന്നത്തെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. അദ്ദേഹം ഡിവൈഎഫ്ഐ 25 വീട് എന്നാ പിന്നെ ഞങ്ങള് ഒരു 5 കയറ്റിപ്പിടിക്കാം 30 വീട് പ്രഖ്യാപിച്ചു. കിട്ടിയോ പ്രിയപ്പെട്ടവരെ? ആ 30 വീട് കിട്ടിയോ? കേരളത്തിന് കിട്ടിയോ? 25 വീട് പ്രഖ്യാപിച്ച ഡിവൈഎഫ്ഐ എന്താ സ്വീകരിച്ച നിലപാട്? ഒരു റെസീറ്റ് അടിച്ച് ആരുടെയും മുന്നിൽ പോകാൻ തയ്യാറായോ? ഇല്ലല്ലോ. ഡിവൈഎഫ്ഐ തീരുമാനിച്ചു തങ്ങളുടെ അധ്വാനം, കായിക അധ്വാനം വിൽക്കാൻ തീരുമാനിച്ചു. ഈ കേരളത്തിനകത്ത് ആക്രിമുറിക്ക് വിൽപ്പന നടത്തി അതിന്റെ പണം സ്വരൂപിക്കാൻ തീരുമാനിച്ചു. അങ്ങ് കല്ലേറ്റിയും മരമേറ്റിയും അതിന്റെ കൂലിയായി ലഭ്യമായ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. വിവിധതരം ചലഞ്ചുകൾ നടത്താൻ തീരുമാനിച്ചു. പായസ ചലഞ്ചും ബിരിയാണി ചലഞ്ചും നടത്തിക്കൊണ്ട് കോടിക്കണക്കിന് രൂപ സമാഹരിച്ചു. 25 വീട് പ്രഖ്യാപിച്ച ഡിവൈഎഫ്ഐ അത് 100 വീടിലേക്ക് എത്തിച്ചു. ഇല്ലേ? അഭിമാനകരമായി 100 വീടിന്റെ പണം നൽകി. ആ സമയത്ത് വി.ഡി. സതീശൻ ഉൾപ്പെടെ ഒരു ദുരന്തമുഖത്ത് മറ്റെല്ലാം മറന്ന് ചേർന്ന് നിന്ന് പ്രവർത്തിക്കേണ്ട ആ വി.ഡി. സതീശൻ പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ചില്ലിക്കാശ് കൊടുക്കരുത്, ഞങ്ങൾ പിരിക്കുന്നുണ്ട്, ഞങ്ങളുടെ കൈവശം തരണം എന്ന് അധ്യാപക സംഘടന കോൺഗ്രസിന്റെ അവരോട് ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപ വാങ്ങിയില്ലേ? കർണാടകയിലെ കോൺഗ്രസ് നിങ്ങൾക്ക് പണം നൽകിയില്ലേ? ഇതെല്ലാം കൂട്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ ഭൂമി വാങ്ങാനുള്ള തുക പോലും പൂർണ്ണമായി ലഭ്യമല്ല എന്നാണ് നിങ്ങളിപ്പോ കണക്ക് വെച്ചിട്ടുള്ളത്. ആരെങ്കിലും വിശ്വസിക്കുമോ? ഒരാളും വിശ്വസിക്കാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ആരാ ആ സമയത്ത് ഇതിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്? ഇപ്പോ ഈ മണ്ഡലത്തിൽ നിന്നും വീണ്ടും ജനവിധി തേടി വരുന്ന ടി സിദ്ദീഖ് അല്ലേ? സിദ്ദീഖ് ഇതിന് കണക്ക് പറയണ്ടേ? സിദ്ദീഖിനെ കുറിച്ച് രാധവരാധയുടെ എനിക്ക് മുമ്പ് ജാഥ വന്നതെന്ന് ഞാൻ സൂചിപ്പിച്ചു. ഇന്നലെയുമായി ഇന്നലെ നടന്ന ജാഥക്കകത്ത് എന്തെല്ലാം പച്ചക്കള്ളമാ വിളിച്ചു പറയുന്നത്. ഈ കുറിച്ചർമല ദുരന്തമുണ്ടായപ്പോ ആദ്യം ഓടിയെത്തിയ വ്യക്തി ടി സിദ്ദീഖാണ് പോലും. നിങ്ങളൊന്ന് കേൾക്കുക. ഇവിടുത്തെ ഒരു സാഹിബ് വിളിച്ചു പറഞ്ഞ ഞാനിവിടെ ഇരുന്ന് കേൾക്കുക. ആ സമയത്ത് ടി സിദ്ദീഖ് വയനാട് ഭാഗത്തുണ്ടോ പ്രിയപ്പെട്ടവരെ? കുറിച്ചൽമല ദുരന്തം ഉണ്ടായപ്പോ ഇവിടെ ആദ്യം ഓടിയെത്തിയ വ്യക്തി ടി സിദ്ദീഖാണ് പോലും. ടി സിദ്ദീഖ് ചെയ്ത കാര്യങ്ങളെ ആകെ ഇകഴ്ത്തിക്കാട്ടണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ടി സിദ്ദീഖ് ചെയ്തിട്ടുണ്ട്. MLA എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ചെയ്യേണ്ട ചില ബാധ്യതകളുണ്ട്. അദ്ദേഹം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി നിങ്ങൾക്കറിയില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറയാം. ചെയ്ത കാര്യങ്ങൾ ചെയ്തു എന്നും പറയണല്ലോ, അതുകൊണ്ട് പറയാം. ടി സിദ്ദീഖ് ഈ നാടിനകത്ത് ഒരുപാട് നവമാസ് ലൈറ്റുകൾ സംഭാവന ചെയ്തിട്ടുണ്ട്. നവമാസ് ലൈറ്റും ഹൈമാസ് ലൈറ്റും കൊടുക്കുന്ന പണിയാണ് ടി സിദ്ദീഖ് MLA ഈ നാടിനകത്ത് നടപ്പിലാക്കിയത്. അത് നടപ്പിലാക്കിയില്ല എന്ന് ഞങ്ങള് ആവർത്തിക്കുന്നില്ല. അതിന്റെ ഫണ്ട്, അതിന്റെ ചെലവ് സ്വാഭാവികമായും വഹിക്കേണ്ടത് അതാത് പഞ്ചായത്തുകളാണ്. ഒരു MLA എന്നുള്ള നിലയിൽ ടി സിദ്ദീഖ് ഈ 5 വർഷക്കാലത്തിനിടക്ക് ഈ വയനാടിന്റെ മണ്ണിൽ ഈ കൽപ്പറ്റ നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കിയ ഒരു പദ്ധതി, ഒരൊറ്റ പദ്ധതി പറയും. UDF നിങ്ങളിവിടെ ഘോരഘോരം പ്രസംഗിച്ചല്ലോ. ടി സിദ്ദീഖ് തന്റെ സ്വന്തമായ ചെലവിൽ ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ള ഒരു പദ്ധതി പറ. UDF 8 കാലി മമ്മൂന് ചമഞ്ഞുകൊണ്ട് കഴിഞ്ഞ കാലത്ത് ഇടതുപക്ഷം നടപ്പിലാക്കിയതും കഴിഞ്ഞ കാലത്ത് CPIM-ന്റെ MLA ആയിരുന്ന ഇടതുപക്ഷത്തിന്റെ MLA ആയ CK ശശീന്ദ്രൻ നടപ്പിലാക്കി തുടക്കം കുറിച്ചു വെച്ചതുമായ പദ്ധതികളെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കൊണ്ടുപോകല്ലേ പ്രിയപ്പെട്ടവരെ? കൽപ്പറ്റ ബൈപ്പാസ് നടപ്പിലാക്കിയത് ടി സിദ്ദീഖാണ് പോലും. ചരിത്രം അറിയേണ്ടത് അത് പറയുന്ന ആളുകൾക്ക്. കൽപ്പറ്റ ബൈപ്പാസിന് തുടക്കം കുറിച്ചതാരാ? EK നായനാരിന്റെ ഭരണകാലത്താ പ്രിയപ്പെട്ടവരെ, അല്ലേ? സംശയമുണ്ടോ എന്റെ ശബ്ദം കേൾക്കുന്ന ആർക്കെങ്കിലും? അതിന് മറ്റു തുടർനടപടികൾ ആരംഭിച്ചത് ആരുടെ കാലത്താ? CK ശശീന്ദ്രൻ പച്ചിലക്കാട് നിന്നും അരണമലയിലേക്ക് പോകുന്ന റോഡിന്റെ ഭാഗമായി കൊണ്ടാണോ ആ റോഡിന്റെ പ്രവൃത്തി ആരംഭം കുറിച്ചത്? സ്വാഭാവികമായും ആരംഭം കുറിച്ച് പ്രവൃത്തി നടക്കുമ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു. സ്വാഭാവികമായും ടി സിദ്ദീഖ് ജയിച്ചു. അതിന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടേ പ്രിയപ്പെട്ടവരെ? ടി സിദ്ദീഖ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ വയനാടിനെ കരുത്താക്കി മാറുന്ന
ഇതിന്റെ സിവിൽ പരീക്ഷ അതിന്റെ പരിശീലന കേന്ദ്രം CK ശശീന്ദ്രന്റെ കാലത്ത് ഇടതുപക്ഷ നേതൃത്വം കൊടുത്തപ്പോ ഇവിടെ ആരംഭം കുറിച്ചിട്ടുണ്ട്. അതിന് ഭൂമി എടുത്തിട്ടുണ്ട്, അതിന് ഫണ്ട് വക മാറ്റിയിട്ടുണ്ട്, അതിന് ഫണ്ട് വെച്ചിട്ടുണ്ട്. അത് താൽക്കാലികമായി അതിന്റെ ബിൽഡിംഗ് പണി പൂർത്തീകരിക്കുന്നത് വരെ താൽക്കാലികമായി നടപ്പിലാക്കാൻ NMSM കോളേജിനകത്ത് തീരുമാനിക്കപ്പെടുന്നു. അത് ആരംഭം കുറിക്കുന്നു. ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ സിവിൽ സർവീസ് പരീക്ഷ പരിശീലന കേന്ദ്രം ഇന്ന് നടപ്പിലാക്കുന്നുണ്ട്. അത് ഒരു MLA എന്ന നിലയിൽ അതിനിടപെടണ്ടേ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ലോകത്തിന് അഭിമാനമായി കേരളത്തിന് തിലകക്കുറിയായി വയനാടിന്റെ ഹൃദയഭൂമിക്കകത്ത് പണിത് ഉയർത്തുന്ന ആ ടൗൺഷിപ്പ് ഉണ്ടല്ലോ, ആ ടൗൺഷിപ്പിന്റെ ഏറെ അകലെയല്ലാത്ത ഒരു ഓഫീസുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട MLA ടി സിദ്ദീഖിന് എത്ര തവണ ആ വർക്ക് നടക്കുന്ന ആ ഉണ്ടക്കയിലെയും ചൂരൽമലയിലെയും സ്വപ്നങ്ങൾക്ക് നിറം പകരുന്ന ആ ടൗൺഷിപ്പിനകത്തേക്ക് MLA കടന്നുപോയിട്ടുണ്ട്. കടന്നു പോകട്ടെ, ജനപ്രതിനിധിയല്ലേ, അതിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തണ്ടേ? പോയിട്ടുണ്ടോ ടി സിദ്ദീഖ്? രണ്ട് തവണ. ഒന്ന് കാലെടുത്ത് വെച്ചാൽ 2 അടി നടന്നാൽ എത്തുന്ന ഒരു പ്രദേശമാണല്ലോ ആ പ്രദേശം എന്ന് പറയുന്നത്. കൽപ്പറ്റയുടെ ഹൃദയഭാഗത്തല്ലേ ആ ടൗൺഷിപ്പ് കൊണ്ടേയിരിക്കുന്നത്. എന്തെല്ലാം പച്ചക്കള്ളമായി ഇപ്പൊ പ്രചരിപ്പിക്കുന്നത്. രാപ്പകലില്ലാതെ പ്രവർത്തനം നടന്നുകൊണ്ടേയിരിക്കുക അവിടെ. അപ്പോ ഇപ്പൊ ഉദ്ഘാടനം കഴിഞ്ഞപ്പോ തെരഞ്ഞെടുപ്പ് വന്നപ്പോ നിർത്തലാക്കി എന്നാ പറയുന്നത്. ഒന്ന് പോയി കാണണം, രാത്രികാലങ്ങളിൽ ഒന്ന് പോകണം. എന്റെ ശബ്ദം കേൾക്കുന്ന ആളുകൾ നിരന്തരമായി ഇടവേളകളില്ലാതെ അതിന്റെ പ്രവർത്തനങ്ങൾ അവിടെ ആരംഭിച്ചുകൊണ്ടേയിരിക്കുക അല്ലേ? പച്ചക്കള്ളം പ്രചരിപ്പിക്കുക. 2 തവണ മാത്രം അവിടേക്ക് കടന്നു ചെന്ന ആളുടെ പേരാ ടി സിദ്ദീഖ് എന്ന് പറയുന്നത്. ഒന്നെന്തിനാ, സ്വാഭാവികമായും ഒരു സ്ഥലത്ത് പ്രവൃത്തി നടക്കുമ്പോ അവിടെ JCB വെച്ച് മണ്ണ് മാന്തുമ്പോ മഴ പെയ്താൽ സ്വാഭാവികമായും ചളി ഉണ്ടാകും. ചളിയൊക്കെ ഒന്ന് ഒലിച്ച് ചെറിയ ബുദ്ധിമുട്ടുകൾ സ്വാഭാവികമായി ഉണ്ടാവും. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായ സമയത്ത് ടി സിദ്ദീഖ് തന്റെ അനുകൂലികളായ കോൺഗ്രസിന്റെ പ്രവർത്തകരെയും കൂട്ടി ആ ടൗൺഷിപ്പിന് തുരങ്കപ്പെട്ടുന്ന നിലപാട് സ്വീകരിച്ചു ടി സിദ്ദീഖ്. ഇല്ലേ? ഇതാണ് നിങ്ങളുടെ MLA യുടെ പണി. എന്നിട്ട് എല്ലാത്തിന്റെയും ഒരു അട്ടിപ്പേർ അവകാശം ഏറ്റെടുക്കുന്ന നിലയിലേക്ക് സ്വീകരിക്കും. ഇവിടെ കുറച്ചമല സ്കൂള് നിരന്തരമായി ഇടപെട്ട വ്യക്തിയാ ഞാന്. ആ ദുരന്തമുണ്ടായത് മുതൽ, ആ സ്കൂൾ പോയത് മുതൽ അതിന്റെ നാൾ വഴികൾ ഓരോന്നായി ഇടപെട്ട ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നിങ്ങളോട് പരസ്യ സംവാദത്തിന് തെളിവുകൾ നിരത്തി സംവാദിക്കാൻ ഞാൻ തയ്യാറാ. നിങ്ങൾക്ക് തയ്യാറുണ്ടോ? നിങ്ങൾ കൊടുത്ത, അതിനെതിരെ കൊടുത്ത കത്തുൾപ്പെടെ ജനസമക്ഷം വെച്ചുകൊണ്ട് നിങ്ങളോട് സംവാദത്തിന് തയ്യാറാ ഞാന്. എന്തെല്ലാം കോലാഹലങ്ങളാ. എന്നിട്ട് പറയാ കത്ത് കൊടുത്തു എന്ന്. എന്നിട്ട് അതിന്റെ പോസ്റ്റർ വെക്കുക, ഞാൻ കുറിച്ചമല സ്കൂളിന് വേണ്ടി കത്ത് കൊടുത്തു എന്ന്. അവിടുത്തെ മെമ്പറുണ്ട് ജുമൈലത്ത്. അന്ന് ഈ പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി ആയി പ്രവർത്തിച്ച ഒരാളെന്നുള്ള നിലയിൽ നിരവധി തവണ തിരുവനന്തപുരത്തേക്ക് പോകാനും ആ വിദ്യാഭ്യാസ മന്ത്രിയുമായി നേരിട്ട് സംവദിക്കുന്നതും ഫോട്ടോ എത്ര വേണം നിങ്ങൾക്ക്? എന്നിട്ട് മന്ത്രിയോടൊപ്പം ഇരിക്കുന്ന ഒരു ഫോട്ടോ വെച്ച് ഫ്ലെക്സ് വെക്കുക. കുറച്ചെങ്കിലും ഉറപ്പ് വേണ്ടേ? ധാർമ്മികത കുറച്ചെങ്കിലും വേണ്ടേ? ആ ധാർമ്മികത തൊട്ടു തീണ്ടിയിട്ടില്ലാതെ എന്തും ഒരു തൊലിക്കട്ടിയോടുകൂടി ആളുകളുടെ മുന്നിൽ വരുന്ന സാഹചര്യം ഉണ്ടായത്. ആ ദുരന്തമുണ്ടായ സമയത്ത് നമ്മൾ കണ്ടതല്ലേ നിങ്ങളുടെ ധാർമ്മികത. ആ സമയത്ത് നിങ്ങളുടെ ധാർമ്മികത എന്തായിരുന്നു? ദുരന്തമുണ്ടായി, കുറച്ചു കഴിഞ്ഞു. സ്വാഭാവികമായും ആ ദുരന്തമുഖത്തേക്ക് മനുഷ്യ മനസ്സുള്ള മുഴുവൻ മനുഷ്യായുസുകളും തങ്ങൾക്ക് കഴിയാവുന്ന സഹായം ചെയ്തു. വസ്ത്രങ്ങളായും മറ്റു ഭക്ഷണ സാധനങ്ങളായും മറ്റു പരിപാടികളായിട്ടും പരമാവധി സഹായങ്ങൾ എത്തിച്ചു ഈ വയനാടിന്റെ മണ്ണിലേക്ക്, പുത്തുമലയിലേക്ക്, ചൂരമലയിലേക്ക്. ആ സമയത്ത് ഒരു ഷട്ടർ തുറന്നു വെച്ചുകൊണ്ട് ആ സാധനങ്ങളൊക്കെ ശേഖരിച്ചു വെച്ചുകൊണ്ട് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ MLA കെയർ എന്ന പദ്ധതിയുടെ ഭാഗമായി ആ ശേഖരിച്ച വസ്തുക്കൾ ഒരു തന്റെ ഫോട്ടോവും ചിത്രവും ആലേഖനം ചെയ്ത ഒരു സഞ്ചിക്കകത്തേക്കാക്കി ഒരു ധാർമ്മികതയ്ക്കും ഇടയില്ലാത്ത ആളുകൾക്ക് വിതരണം ചെയ്യുന്ന ആളായി ടി സിദ്ദീഖ് മാറി. അല്ലേ? ഇപ്പോ നമുക്കറിയാലോ, വയനാട് കേരളത്തിന്റെ കായിക ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ നാളുകളാ കടന്നു പോകുന്നത്. എന്താ? ഓംകാരനാഥൻ ഇൻഡോർ സ്റ്റേഡിയം കേരളത്തിലെ ഏറ്റവും വലിയ ഇൻഡോർ സ്റ്റേഡിയങ്ങളിൽ ഒന്നാണ്.
നിരവധി ഗെയിമുകൾ ഒരേ സമയം നടപ്പിലാക്കാൻ കഴിയുന്ന കായിക മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകുന്ന ഓംകാരനാഥൻ ഇൻഡോർ സ്റ്റേഡിയം ഈ കേരളത്തിന് സമ്മാനിച്ചത്, വയനാടിന് സമ്മാനിച്ചത് ഇടതുപക്ഷമാണ്. ആരാ കൊണ്ടുവന്നത്? അത് CK ശശീന്ദ്രൻ MLA ആയിരുന്ന കാലത്ത് പണിയാരംഭിച്ച ഒരു സ്റ്റേഡിയമാ. ഇപ്പൊ പറയാ ഞാൻ അതിന് കത്തയച്ചിട്ടുണ്ടായിരുന്നു എന്ന്. നിങ്ങൾ നോക്ക് എന്തൊരവസ്ഥയാ. വയനാടിന്റെ കായിക മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകി, ഫുട്ബോൾ മേഖലയിൽ പുതിയ ഉണർവ് നൽകിക്കൊണ്ട് ഇടതുപക്ഷത്തിന്റെ സംഭാവന നൽകിയ ഒരു വിഷയമാണ്, ഒരു ഗ്രൗണ്ടാണ് NK ജിനചന്ദ്രൻ മെമ്മോറിയൽ സ്റ്റേഡിയം എന്ന് പറയുന്നത്. ഇതിന്റെയൊക്കെ അട്ടിപ്പേർ അവകാശം എടുക്കുക. ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖല കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി മികവിലേക്ക് ഉയരുമ്പോൾ അതിന്റെ അട്ടിപ്പേർ അവകാശം ഏറ്റെടുക്കുന്നു. ഇവിടുത്തെ ആരോഗ്യ മേഖല സമാനതകളില്ലാത്ത ആർദ്രം പദ്ധതിയുടെ ഭാഗമായി മികവിലേക്ക് ഉയരുമ്പോ, അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് വരുമ്പോ അതിന്റെ അട്ടിപ്പേർ അവകാശം ഏറ്റെടുക്കുന്ന നിലയിലേക്ക് ഇവിടുത്തെ സ്ഥലം MLA മാറുന്നത് നമ്മൾ എത്ര വേദനയോടുകൂടി, എത്ര പ്രഹസനത്തോടു കൂടിയാണ് നമ്മൾ നോക്കിക്കാണുന്നത് അല്ലേ? ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട. വോട്ട് അഭിമാനത്തോടു കൂടി ചോദിക്കാൻ ഞങ്ങൾക്ക് നിരവധിയായ കാര്യങ്ങളുണ്ട്. കാലാകാലങ്ങളിൽ കേരളത്തിന്റെ മണ്ണിൽ അധികാരത്തിലേക്ക് വന്ന ഇടതുപക്ഷം സംഭാവന ചെയ്ത സംഭാവനകളല്ലാതെ UDF സംഭാവന ചെയ്ത എന്ത് കാര്യമാ ഈ കേരളത്തിന്റെ മണ്ണിലുള്ളത്? നമ്മളൊരു മാവേലി സ്റ്റോർ കൊണ്ടുവന്നു, ഓർമ്മയില്ലേ? മാവേലി നാടും വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ആ മാവേലിയുടെ പേരിൽ കേരളത്തിൽ മാവേലി സംവിധാനം കൊണ്ടുവന്ന പക്ഷത്തിന്റെ പേര് ഇടതുപക്ഷം എന്നാണ്. അതിനെതിരെ നിങ്ങളൊരു സ്റ്റോർ കൊണ്ടുവന്നു, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? കോൺഗ്രസുകാർക്ക് ഓർമ്മയുണ്ടോ? വാമന സ്റ്റോർ. ആ വാമന സ്റ്റോർ ഇന്നെവിടെ? ഈ കേരളത്തിന്റെ സാമൂഹ്യ മേഖലക്കകത്ത് വനിതകൾക്ക് വലിയ വിപ്ലവകരമായ മാറ്റം സൃഷ്ടിച്ച ഒരു പദ്ധതിയാണ് കുടുംബശ്രീ. ആ കുടുംബശ്രീ കേരളത്തിന് സംഭാവന ചെയ്ത് പ്രസ്ഥാനത്തിന്റെ പേര് ഇടതുപക്ഷം എന്നാണ്. ഇടതുപക്ഷം സംഭാവന ചെയ്ത സംഭാവനകളല്ലാതെ മറ്റെന്തുണ്ട് ഈ കേരളത്തിന്റെ നേട്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി? നിങ്ങൾ പറ. നിങ്ങളിപ്പോ പറയുന്നു നിങ്ങൾ അധികാരത്തിലേക്ക് വന്നാൽ വയനാട്ടിലേക്ക് ഏറ്റവും വേഗത്തിലെത്താവുന്ന തുരങ്കപാത നിർത്തലാക്കുമെന്നാണ് പറയുന്നത്. കിഫ്ബി പദ്ധതിക്ക് ബദൽ ആലോചിക്കുമെന്നാണ് പറയുന്നത് അല്ലേ? കിഫ്ബി പദ്ധതിക്ക് ബദൽ ആലോചിക്കുമ്പോഴും ഈ കേരളത്തിന്റെ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ഒരു തടയിട്ടപ്പോ അതിൽ നിന്നും കരകയറാൻ ഒരു കിഫ്ബി പദ്ധതി രൂപം കൊടുത്തുകൊണ്ട് സമാനതകളില്ലാത്ത ഫണ്ട് ഈ കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക്, റോഡിന്റെ പ്രവർത്തനങ്ങൾക്ക്, പാലങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക്, വിദ്യാഭ്യാസ സ്ഥാപന കെട്ടിടങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു സർക്കാർ വിനിയോഗിക്കുമ്പോ അതില്ലായ്മ ചെയ്യണം. ഈ കേരളത്തിന് പെൻഷൻ സമ്പ്രദായം കൊണ്ടുവന്ന ആളുകളുടെ പേര് ഇടതുപക്ഷമെന്ന. നിങ്ങളിപ്പോ 3000 രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ, കഴിഞ്ഞ തവണ 6000 പ്രഖ്യാപിച്ചല്ലോ. ഇത് പ്രഖ്യാപിക്കാവുന്ന തരത്തിലേക്ക് ഈ കേരളത്തിന്റെ മണ്ണിൽ ഇങ്ങനെയൊരു പെൻഷൻ സമ്പ്രദായം കൊണ്ടുവന്ന പക്ഷത്തിന്റെ പേര് ഇടതുപക്ഷമെന്നാണ് അല്ലേ? 45 രൂപയിൽ ആരംഭിച്ച പെൻഷൻ പദ്ധതി ഇന്ന് 2000-ലെത്തി നിൽക്കുക. അതിൽ നിങ്ങളുടെ സംഭാവന എത്രയാണെന്ന് അറിയോ? 100 രൂപ. 500-ൽ നിന്ന് 600 രൂപ ആക്കി. ആകെ 100 രൂപ 45-ൽ ആരംഭിച്ചപ്പോ, 45 രൂപയിൽ ആരംഭിച്ചപ്പോ നിങ്ങളുടെ ഒരു കാര്യം എന്തായിരുന്നു? നിങ്ങൾ പറഞ്ഞത് എന്താ? ഇത് കേരളത്തിന് ലാഭകരമല്ല എന്നല്ലേ പറഞ്ഞത്? ഞാൻ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും. അങ്ങനെയല്ലേ നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾ അധികാരത്തിലേക്ക് വന്നാൽ ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹങ്ങളിലൊന്ന് ഒരു അടച്ചുറപ്പുള്ള വീടിൽ കിടന്നുറങ്ങുക എന്നുള്ളതാണ്. ലൈഫ് പദ്ധതി അതിലൂടെ 5 ലക്ഷത്തിൽ ചില്ലാനും വീടുകൾ കേരളത്തിന് സമ്മാനിച്ചു. 23 ലക്ഷത്തിൽ പരം ആളുകൾക്ക് അടച്ചുറപ്പുള്ള വീടിൽ കിടന്നുറങ്ങാൻ കഴിയുന്നു. അത് ഞങ്ങൾ അധികാരത്തിലേക്ക് വന്നാൽ നിർത്തലാക്കും. ആർദ്രം പദ്ധതി നിർത്തലാക്കും. എന്നിട്ട് 5ന് ഗ്യാരണ്ടി പ്രഖ്യാപിക്കുക. എന്താ ഗ്യാരണ്ടി? ഇവിടുത്തെ വനിതകൾക്ക് KSRTC ബസ്സിനകത്ത് സൗജന്യ യാത്ര. ആരെങ്കിലും വിശ്വസിക്കുക? പറഞ്ഞ വാക്കൊന്നും പൂർത്തീകരിക്കാൻ കഴിയാത്ത, പറഞ്ഞ വാക്കിന് ഒരു വ്യവസ്ഥയും ഇല്ലാത്ത ആളുകൾ ഈ പ്രഖ്യാപനം ആരെങ്കിലും വിശ്വസിക്കാൻ വേണ്ടി പോകുന്നുണ്ടോ? നിങ്ങൾ അധികാരത്തിലിരുന്നപ്പോ ആ ഇരുണ്ട കാലം ഓർമ്മയില്ലേ? അന്ന് KSRTC ബസ് കട്ടപ്പുറത്തായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ആ ആളുകളാ KSRTC ബസ്സിനകത്ത് സൗജന്യ യാത്ര പ്രഖ്യാപിക്കുന്നത്. ഈ മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും ദുരന്തത്തിന് ചില്ലിക്കാശ് കൊടുക്കാത്ത ആളുകൾ കലണ്ടർ കൊടുത്തുവിടുക. കലണ്ടർ അതല്ലേ അവിടുത്തെ ആളുകൾക്ക് ഏറ്റവും അത്യാവശ്യം? സ്ഥലം MP
കലണ്ടർ കൊടുത്തോടുക, എന്നിട്ട് തീവട്ടിക്കൊള്ള നടത്തുക. നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട DCC ട്രഷറർ NM വിജയനെയും മകനെയും ആ ആത്മഹത്യയിലേക്ക് തള്ളി നീക്കിയത് നിങ്ങളുടെ തീവട്ടിക്കൊള്ളയുടെ ഭാഗമായിക്കൊണ്ട കുറെ ശബ്ദ സന്ദേശം ഇപ്പൊ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അത് ഒതുക്കി തീർക്കാൻ T സിദ്ദിഖ് ഉൾപ്പെടെ അഫാസ് ഹോട്ടലിലേക്ക് പോയതിന്റെ ശബ്ദ സന്ദേശം കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. ഈ തരത്തിൽ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പോലും വലിയ തീവട്ടിക്കൊള്ളക്ക് നേതൃത്വം കൊടുത്ത നിങ്ങളെ എന്തിന്റെ പേരിലാ ഈ നാട്ടിലെ ജനവിഭാഗങ്ങൾ മുഖവിലക്കെടുക്കുന്നത്? മുഖവിലക്കെടുക്കില്ല എന്ന് മാത്രമല്ല, ചരിത്രത്തിൽ ആദ്യമായി മൂന്നാമതും ഈ കേരളത്തിന്റെ മണ്ണിൽ ഇടതുപക്ഷം അധികാരത്തിലേക്ക് വരുമ്പോ ഈ വയനാടിന്റെ കൽപ്പറ്റ മണ്ഡലത്തിൽ നിന്നും PK അനിൽകുമാർ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി നിയമസഭയിലേക്ക് കടന്നുപോകും. അതിനുവേണ്ടി കാത്തിരിക്കുക. നിങ്ങളുടെ മുതലക്കണ്ണീരും നിങ്ങളുടെ കള്ളത്തരങ്ങളും വികസനങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാനുള്ള ഡീലാരോപണങ്ങളും ഒക്കെ എല്ലാവരും തള്ളിക്കളയും. ഈ നാടിനകത്ത് ഡീലാരോപണം ആദ്യമായി ഉയർന്നു വന്നത് കോലീബി സഖ്യത്തിലൂടെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിനെക്കുറിച്ചൊക്കെ വിശദമായി സംസാരിക്കേണ്ടതുണ്ട്. സമയം അതിക്രമിച്ചു എന്നുള്ളത് കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് ഉയർന്നു വരണം. പാവപ്പെട്ടവനെ സംരക്ഷിക്കുന്ന സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ ഈ നാടിന് സമ്പാദിച്ച K-ഫോണും കേരളയിലും ദേശീയപാതയും വിഴിഞ്ഞം പദ്ധതിയും ഉൾപ്പെടെ സമ്മാനിച്ച ഇടതുപക്ഷത്തിന് വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എന്റെ വാക്കുകൾ ശ്രമിച്ച മുഴുവൻ ആളുകൾക്ക് നന്ദി, നമസ്കാരം.